ഇപ്പൊ നോമ്പ് സമയമാണല്ലോ. എന്തിനാണ് ശരിക്കും നോമ്പ് പിടിക്കുന്നതെന്ന് പലർക്കും അറിയില്ല. എന്നാൽ പൊതുജനങ്ങളോട് ഞാൻ ചോദിക്കാൻ പോവാണ്, എന്തിനാണ് നോമ്പ് പിടിക്കുന്നതെന്ന്. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാപ്സ്റ്റിക് മീഡിയ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്, ലൈക്ക് ചെയ്യേണ്ടതാണ്, ഷെയർ ചെയ്യേണ്ടതാണ്. ഇപ്പൊ നോമ്പ് സമയമാണല്ലോ, നമ്മള് ശരിക്കും എന്തിനാ നോമ്പ് പിടിക്കണെന്ന് അറിയോ? അത് നോമ്പ് എന്ന് പറയുന്നത് രണ്ട് വിഭാഗത്തിനുണ്ട്. ഒന്ന് മുസ്ലിം, ഒന്ന് ക്രിസ്ത്യൻ. അതിൽ പ്രത്യേകിച്ച് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിലും അതിൽ ശരിക്കൊരു കാരണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരുത്തൻ്റെ വിശപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു 2 നേരം കഴിക്കാതിരുന്ന് വെച്ചും മൂന്നാമത്തെ നേരം 2 ദിവസത്തെ ആഹാരം വലിച്ചു വാരി കഴിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥമൊന്നുമില്ല. പക്ഷെ നമ്മളത് മാത്രം അതിന് ഭക്ഷണം കഴിക്കാതിരുന്ന് മറ്റൊരുത്തൻ്റെ ദുഃഖം മനസ്സിലാക്കണമെന്നൊന്നുമില്ല. നമ്മളൊരു ദിവസം കഴിക്കാതിരിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കുന്നു അത് തന്നെയായിരിക്കും എല്ലാവർക്കും. അതെ, ഞാൻ അങ്ങനെ പിടിക്കാറില്ല. എപ്പോഴും നോമ്പാണ്. ചിലപ്പം കൈ കാശുണ്ടെങ്കിലും കഴിക്കാൻ ചിലപ്പോൾ സമയം കാണില്ല. അങ്ങനെ അതുകൊണ്ടത് മനഃപൂർവ്വം അതിന് വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ടോ മനുഷ്യന് വേണ്ടിയിട്ടോ ഞാൻ ആഹാരം കഴിക്കാതെ ഇരുന്നതു എന്നുകൊണ്ട് ഓർത്തില്ല. ഞാൻ ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരു നേരം കഴിക്കാത്ത പൈസ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല മനസ്സിനോട് തീർച്ചയായിട്ടും. നോയമ്പ് പിടിക്കുന്നവരോട് തെറ്റാന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. ഓരോ വ്യക്തികളും ഓരോ ഫുഡ് ഇഷ്ടപ്പെടുന്ന പോലെ ഇഷ്ടാനുഷ്ഠാനങ്ങൾ ഒരുപാടുണ്ട്. അത് ഓരോരുത്തരുടെ വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പം എനിക്ക് പറയാനിതേ ഉള്ളൂ. നോമ്പിനോട് എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പില്ല, വിയോജിപ്പുമില്ല. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ചിലപ്പോൾ മറ്റേ അറിയാൻ വേണ്ടിയാണ് ശരിക്കും അത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ കഴിക്കാതിരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതേ ഉള്ളൂ. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ മറ്റുള്ളവർക്ക് കൊടുക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഒരു മതത്തിൻ്റെ പണ്ട് തൊട്ടേ ചെയ്തു വരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു മന്ത് നമ്മൾ ഹെൽത്തി ആവും ഒന്നുകൂടെ. നോർമലി നമ്മൾ പട്ടിണി കിടക്കുന്ന പോലെ അല്ല, ഈ ഒരു മന്ത് കൊണ്ട് നമ്മളെ ഹെൽത്ത് ഡൗൺ ആകുന്ന അല്ല, ശരിക്കും നമ്മളെ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യണം, തെളിയിച്ചിട്ടുള്ളതാണ്. ഹെൽത്തി ആവുന്നതാണ് ഈ നോമ്പ് തുറയിലും. ആ ടൈമിൽ മാത്രം, പുലർച്ചെ ടൈമിൽ മാത്രം ഭക്ഷണം കഴിച്ചിട്ട് രാത്രി 6 മണി വരെ ഭക്ഷണം കഴിക്കാതെ ഏകദേശം ഒരു 12-13 മണിക്കൂറോളം നമ്മളൊന്നും കഴിക്കാണ്ട് പിന്നെ നമ്മൾ വേറെ മാസ്റ്റുർബേഷൻ അതൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൽ നമ്മൾ പിന്നെ ദൈവത്തോട്, ആ മതത്തിന്റെ ആചാരം വെച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റുന്ന ഒരു സമയം എന്നുള്ള രീതിയിലാണ് ഈ മാസത്തെ കാണുന്നത്. നോമ്പ് നമുക്ക് എല്ലാവർക്കും പിടിക്കാനാണ്. നമ്മുടെ അവിടെ നമ്മൾ മലപ്പുറത്താണ്. അവിടെ ഇപ്പോ ഹിന്ദുസും ക്രിസ്ത്യൻസും നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഈ ഒരു ടൈമില് നോമ്പെടുക്കാറുണ്ട്. രണ്ട് സ്ഥലത്തുണ്ട്, ഫിസിക്കലുണ്ട് മെന്റലും ഉണ്ട്, രണ്ടും ഉണ്ട്. ആത്മീയമായിട്ടെന്ന് പറയാം, ഫിസിക്കലി നമ്മളുള്ള കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്നൊക്കെ പോകാനും പറയാം. 2 തരത്തിലുണ്ട്, രണ്ടിനും ചിന്തിക്കാം. നോമ്പ് അതെ നമ്മുടെ ശരീരം ശുദ്ധിയാക്കാനുള്ള ശരിക്കും. പക്ഷെ അതൊരു ആത്മീയ രീതിയിൽ പറഞ്ഞ ആൾക്കാർ ചെയ്യും, മറ്റേ ചെയ്യില്ല. ഞാൻ പിടിക്കാറില്ല, കാരണം നമ്മളത്ര ഫാറ്റ് ഒന്നുമില്ല. ഞാൻ പിടിക്കുന്ന അങ്ങനെ തോന്നാറില്ല, എനിക്ക് അങ്ങനെ ഫിസിക്കലി പ്രശ്നം തോന്നാറില്ല, ചെയ്യാറില്ല. നോമ്പ് പിടിക്കുന്ന പറഞ്ഞാൽ ശരിക്കും നമുക്കറിയത്തില്ല. എന്നാലും ഇറച്ചി മീന് ശരീരം നോയമ്പ് ഒക്കെ നോക്കുന്ന വെള്ളം കുടിക്കുക ചെയ്യാം. വെള്ളം കുടിക്കുമ്പോൾ എല്ലാവരും ഇറച്ചി മീൻ കഴിക്കും. ഇപ്പം അങ്ങനെ പഴയതൊരു നോയമ്പൊന്നും ഇല്ല. ചില കാരണന്മാർക്കൊക്കെ. പിന്നെ എനിക്ക് പറ്റില്ലാന്ന് വെച്ചാൽ വലിയ കാരണവരൊന്നും ആയില്ല, ഞാൻ നോക്കുന്നുമില്ല. എന്നാ നോക്കാനിനി ഞാൻ വെള്ളം കുടിക്കുകയും ചെയ്യും, എല്ലാ വെള്ളം കുടിക്കും. നേരത്തെ എടുത്തിട്ടുണ്ട്, 25 ദിവസമൊക്കെ എടുത്തിട്ടുണ്ട് ക്രിസ്മസിനൊക്കെ. ചില ക്രിസ്മസിന് എനിക്ക് തോന്നിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഞാൻ കുടിക്കും കേട്ടോ, ഇറച്ചി മീനൊന്നും കഴിക്കില്ലാത്തതുള്ളൂ. വെള്ളം മാത്രം കുടിച്ചോണ്ടാണ് നോമ്പ് അല്ല, ഭക്ഷണം എല്ലാം കഴിക്കില്ല, അകറ്റി കഴിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ചോദിച്ചിരുന്ന അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ, ആ റിലീജിയനായിട്ട് ബേസ് ചെയ്ത് അത് അവരവരുടെ ഇഷ്ടമല്ലേ. ശരിക്കും അതിന്റെ ഐതിഹ്യം എന്തെങ്കിലും അറിയത്തില്ല. നോമ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഓരോ വ്രതല്ലേ, ശരീരശുദ്ധിയും മനസ്സിന് ശുദ്ധിയും വരുത്താൻ വേണ്ടിയിട്ട്. നമ്മളെ ഹിന്ദുക്കളാണ്, അങ്ങനെ പറയല്ല. നമ്മള് മണ്ഡലകാലം എടുക്കുന്നില്ലേ,
എന്തിനു വേണ്ടിയിട്ടാ? മനസ്സിനെയും ശരീരത്തിനും ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടാ, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നല്ലതാണ് തീർച്ചയായിട്ടും. ചേട്ടൻ പിടിക്കാറുണ്ടോ? ഞാൻ മതപരമായിട്ട് പറയുന്നതല്ല, നോമ്പ് ആർക്കും ഓ പിടിക്കാറില്ല. ഞാൻ പിടിക്കലുണ്ട്. ഞാൻ ആദ്യമൊക്കെ പിടിക്കലുണ്ടായിരുന്നു, ഇപ്പൊ സമയം ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് നോമ്പ് പിടിക്കാത്ത. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച നോമ്പ് എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റൽ മേറ്റ്സ് ഉണ്ടല്ലോ, എന്നാൽ ഓൾറെഡി എടുക്കും മുസ്ലിംസ്, അപ്പം ഞാൻ എടുക്കും. നോമ്പ് പിടിക്കുന്ന വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടൻ നോമ്പ് പിടിക്കാറുണ്ടോ? ഞാൻ മുസ്ലിമല്ല, അതുകൊണ്ട് നോമ്പ് പിടിക്കാറില്ല. അവനവൻ്റെ ശരീരത്തെ മനസ്സിനെ ശുദ്ധിയാക്കാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ടാണ് നോമ്പ് പിടിക്കുന്നത്. ചേട്ടൻ നോമ്പ് പിടിക്കാറുണ്ടോ? ഇല്ലില്ല. ഇല്ല. എന്തുകൊണ്ടാണ് നോമ്പ് പിടിക്കാത്ത? ഞാൻ ആ ഒരു മതവിശ്വാസത്തിലുള്ള ആളല്ല, എങ്കിലും എൻ്റെ സുഹൃത്തുക്കളൊക്കെ പിടിക്കാറുണ്ട്, നമ്മളത് കാണാറുണ്ട്. ഇതുവരെ നോമ്പ് പിടിച്ചിട്ടില്ല. പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഏത് നോമ്പ്? ക്രിസ്ത്യൻ നോമ്പുണ്ട്. നമ്മള് മതപരമായിട്ട് പറയുന്നില്ല, പക്ഷെ നോമ്പ് പിടിക്കുന്ന എന്തിനാന്ന്? ദൈവത്തെ കൂടുതൽ അറിയാന്. ദൈവത്തിനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് നോമ്പ് പിടിക്കുന്നതെന്നാണ് പറയുന്നത്. ചേച്ചി നോമ്പ് പിടിക്കാറുണ്ടോ? ഞാൻ നോമ്പ് പിടിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മുസ്ലിംസിൻ്റെ ഒരു നേർച്ചയായിട്ട് ഒരു വിശ്വാസം. അപ്പൊ അതിനാണ് നോമ്പ് പിടിക്കുന്നത്. പിന്നെ അവരുടെ ഒരു വർഷത്തെ ഒരു പ്രായശ്ചിത്തത്തിൻ്റെ ഒരു കണക്കൂട്ടലായിട്ടാണ് അവർ ചെയ്യുന്നത്. മറ്റുള്ളവരെ പട്ടിണി കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ എന്താ പറയുക, അവരെ റെപ്രസെൻ്റ് ചെയ്ത് അവരും അത് അനുകരിച്ചിട്ട് വൈകുന്നേരം അപ്പോൾ അതിൻ്റെ ഒരു റിലീഫിൽ നിന്ന് മോചിതമാകുന്ന ഒരു അവസ്ഥ അവർ ശരിക്കും എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നല്ല കാര്യമാണ്. ശാരീരികമായിട്ടും മനസ്സിനും ഹെൽത്തിനും എല്ലാ